എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജീഷ്. ഇന്ന് നമ്മുടെ 12 kg വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ 21ാമത്തെ ദിവസവും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 3 ആഴ്ച കംപ്ലീറ്റ് ആയി. ഈ ആഴ്ച എത്ര വെയിറ്റ് ആണ് കുറഞ്ഞത് എന്നുള്ളത് നമ്മൾ നാളെയാണ് നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ വീഡിയോ മിസ്സാക്കാതെ എല്ലാവരും കാണാനായിട്ടൊന്ന് നോക്കുക. ഇനി ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ 21 ദിവസത്തെയും എന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുള്ളത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ദിവസത്തെയും ഡെയിലി വീഡിയോസിന്റെ ലാസ്റ്റ് പോർഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വരിക. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഒട്ടുമിക്ക ആളുകളുടെയും സംശയമാണ്, നമ്മൾ നട്ട്സ് കഴിക്കുന്ന സമയത്ത് വെള്ളത്തിൽ കുതിർത്തിയിട്ടാണോ കുതിർത്താതെയാണോ കഴിക്കേണ്ടത്, തൊലി കളഞ്ഞിട്ടാണോ കളയാതെയാണോ കഴിക്കേണ്ടത് എന്നൊക്കെ തന്നെ. ഇങ്ങനെയുള്ള ഒരു സംശയത്തിന്റെ പ്രധാന കാരണം ഇതിന്റെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കലാണ്. ഈ ഫൈറ്റിക് ആസിഡ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അയേൺ, സിങ്ക്, കാൽഷ്യം, മഗ്നീഷ്യം തുടങ്ങിയവയൊക്കെ ആയിട്ട് കൂടിച്ചേരുകയും ഇവയുടെ ആഗിരണം ശരീരത്തിൽ തടയുകയും ചെയ്യുന്നു. ഫൈറ്റിക് ആസിഡിന്റെ അളവ് ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കാഷ്യൂ നട്ട്, ആൽമണ്ട്, വാൾനട്ട്, ബ്രസീൽ നട്ട്, ഹേസൽ നട്ട് ഇവയിലൊക്കെയാണ്. ഇവയിലൊക്കെ തന്നെ ഫൈറ്റിക് ആസിഡിന്റെ അളവ് കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് രാത്രി ഇതിനെ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിയ ശേഷം പിറ്റേ ദിവസം രാവിലെ എടുത്ത് നന്നായിട്ട് കഴുകി തൊലി കളഞ്ഞ് കഴിക്കുക എന്നുള്ളതാണ്. എന്നാൽ കാഷ്യൂ നട്ട് നമുക്ക് സാധാരണയായിട്ട് ലഭിക്കുന്നത് തൊലി കളഞ്ഞ ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വെള്ളത്തിൽ കുതിർത്താതെ ഡയറക്റ്റ് ആയിട്ട് കഴിക്കാം. രണ്ടാമത്തത് ബദാമാണ്. ബദാമിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നല്ല രീതിയിൽ ഫൈറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി വെള്ളത്തിൽ കുതിർത്ത ശേഷം പിറ്റേ ദിവസം നന്നായിട്ട് കഴുകി തൊലി കളഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫൈറ്റിക് ആസിഡ് അതിൽ കുറഞ്ഞു കിട്ടും. എന്നാൽ ബദാമിന്റെ തൊലിയിൽ നല്ല രീതിയിലുള്ള ആന്റി ഓക്സിഡൻസും ഫൈബറും മിനറൽസും ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ ബദാമിലെയും അതിന്റെ തൊലിയിലെയും ഒക്കെ തന്നെ ന്യൂട്രിയൻസ് നമുക്ക് കിട്ടാനായിട്ട് ഇത് നമ്മളൊരു വൈകുന്നേരം വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് തൊലി കളയാതെ കഴിക്കാം. ഇങ്ങനെ ബദാം നേരത്തെ വെള്ളത്തിൽ കുതിർത്തി കഴിഞ്ഞാൽ ഇതിൽ മുള പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നാച്ചുറലി തന്നെ ഫൈറ്റിക് ആസിഡിന്റെ അളവ് വളരെയധികം കുറഞ്ഞിട്ട് വരും. ഇതുപോലെ തന്നെയാണ് വാൽനട്ടിന്റെ കാര്യവും. വാൽനട്ടിന്റെ തൊലിയിലും നല്ല രീതിയിൽ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. സോ അത് കിട്ടാനായിട്ട് നേരത്തെ തന്നെ നമ്മൾ വാൽനട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴുകി നന്നായിട്ട് കഴുകിയ ശേഷം കഴിച്ചാൽ മാത്രം മതി. ഇനി ബ്രസീൽ നട്ടും ഹേസൽ നട്ടും തൊലി ഇല്ലാതെ തന്നെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി തൊലി ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വെള്ളത്തിൽ കുതിർത്തി വെച്ച് കഴിക്കാനായിട്ട് നോക്കുക. ഇനി പിസ്തയുടെ കാര്യം ഇതുപോലെ തന്നെയാണ്. പിസ്തയിൽ ചെറിയ രീതിയിൽ മാത്രമേ ഫൈറ്റിക് ആസിഡ് അടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ കുതിർത്താതെ തന്നെ നമുക്ക് പിസ്ത കഴിക്കാം. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇനി ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. രാവിലെ എഴുന്നേറ്റു, 3 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചു. അതിനുശേഷം 30 മിനിറ്റ് സൂംബ എക്സസൈസ് ചെയ്തു. 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റായി കഴിച്ചത് ഒരു മുട്ടയും 4 വാൽനട്ടും 5 ബദാമും 2 ഡേറ്റ്സും 1 ക്യാരറ്റും ആണ്. 11 മണിക്ക് ഒരു ഓറഞ്ച് കഴിച്ചു. ഉച്ചയ്ക്ക് കഴിച്ചത് വാഴപ്പിണ്ടി ഉപ്പേരിയാണ്. വൈകിട്ട് 2 ഇളനീർ കഷ്ണങ്ങളും 1 ഗ്രീൻ ടീയും കഴിച്ചു. 5 മണിക്ക് ചെറുപയറും 2 ഡേറ്റ്സും 1 റോബസ്റ്റ പഴവും കഴിച്ച് നിർത്തി. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി നോക്കുക. നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.